ശ്രീലങ്കയ്ക്കെതിരായ പരമ്പര തൂത്തുവാരിടിക്കുകയാണ് ഭാരതം. 5ാം ഏകദിനവും ശ്രീലങ്കയെ പരാജയപ്പെടുത്തി 15 റൺസിനാണ് ഭാരതത്തിന്റെ വിജയം. 5-0 ഭാരത വനിതകൾ പരമ്പര നേടുന്നത് 3ാം തവണയാണ്. ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുക്കുന്ന താരമായി ദീപ്തി ശർമ്മ. വിവരങ്ങൾ നൽകും കൃഷ്ണരാജ്. വളരെ സന്തോഷകരമായൊരു വാർത്തയാണ് എത്തുന്നത്. തുടർച്ചയായി വീണ്ടും ശ്രീലങ്കയ്ക്കെതിരായ പരമ്പര തൂത്തുവാരിടിക്കുകയാണ് ഭാരതം. എങ്ങനെയായിരുന്നു മത്സരം? ഒരുപക്ഷെ വനിതാ ക്രിക്കറ്റിൽ ഏറ്റവും സുന്ദരമായൊരു കലണ്ടർ വർഷം അവസാനിക്കുന്നു എന്ന് വേണം പറയാൻ. കാരണം ഏകദിന ക്രിക്കറ്റിൽ ചാമ്പ്യന്മാരായ ഭാരത വനിതകൾ ഇവിടെ നമ്മുടെ സ്വന്തം കാര്യവട്ടത്ത് മിന്നുന്ന പ്രകടനമാണ് കഴിഞ്ഞ 3 മത്സരങ്ങളിലും കാഴ്ചവെച്ചത്. ആദ്യ 3 മത്സരങ്ങളിൽ ആധികാരികമായ വിജയമായിരുന്നു ഭാരതം നേടിയതെങ്കിൽ അടുത്ത 2 മത്സരങ്ങളിലും പൊരുതിക്കളിച്ചാണ് ശ്രീലങ്ക പരാജയം സമ്മതിച്ചത്. കഴിഞ്ഞ മത്സരത്തിൽ ഒരു വിജയത്തിനരികേക്ക് എന്ന് തോന്നിപ്പിക്കുന്ന കളിയാണ് അവർ പുറത്തെടുത്തത്. ഇന്നും മികച്ച തുടക്കമായിരുന്നു അവർക്ക് കിട്ടിയത്. ഭാരതത്തെ 175 റൺസിന് ഒതുക്കാൻ അവർക്കായി. പക്ഷേ ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗറിൻ്റെ മനോഹരമായൊരു ഇന്നിങ്സാണ് ഒരുപക്ഷെ ഭാരതത്തിന് സുഭദ്രമായ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത്. 43 പന്തിൽ 68. ഒപ്പം അമൻജോത് കൗർ 18 പന്തിൽ 21 റൺസ് എടുത്ത് ഹർമന് മികച്ച പിന്തുണ നൽകി. തുടരെ വിക്കറ്റുകൾ പോയപ്പോഴായിരുന്നു അമൻജോത് ക്രീസിലെത്തിയത്. മറ്റൊന്ന് അരുന്ധതി റെഡ്ഡി. അവസാന ഓവറിൽ 20 റൺസ് അടക്കം 11 പന്തിൽ 27 റൺസ് എടുത്ത അരുന്ധതി റെഡ്ഡിയുടെ വെടിക്കെട്ട് കൂടിയായപ്പോൾ ഭദ്രമായ ഒരു സ്കോറിലേക്ക് ഭാരതം എത്തുകയായിരുന്നു. 7 വിക്കറ്റിന് 175. കഴിഞ്ഞ മത്സരത്തിലെ പ്രകടനം പുറത്തെടുത്താൽ ഒരുപക്ഷെ ശ്രീലങ്കയ്ക്ക് അത് മറികടക്കാനാകും എന്ന് തോന്നിപ്പിച്ചിരുന്നു. തുടക്കത്തിൽ അവർ അങ്ങനെ കളിക്കുകയും ചെയ്തു. അവരുടെ ഓപ്പണർ ഏറെ പരിചയസമ്പത്തുള്ള ഹസിനി പെരേര 42 പന്തിൽ 65, ഇമേഷ ദുലാനി 50 റൺസും എടുത്ത് ക്രീസിൽ നിലയുറപ്പിച്ച ഘട്ടത്തിൽ ഒരുപക്ഷെ ഭാരതം ഒരല്പം ഭയന്നിരുന്നു. എന്നാൽ കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റുകൾ വീഴ്ത്തി ഭാരത ബൗളർമാർ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. എറിഞ്ഞവരെല്ലാം ഓരോ വിക്കറ്റുകൾ നേടുന്നു. ദീപ്തി ശർമ്മ, അരുന്ധതി റെഡ്ഡി, സ്നേഹ റാണ, വൈഷ്ണവി ശർമ്മ, ശ്രീചരണി, അമൻജോത് കൗർ എല്ലാവരും ഓരോ വിക്കറ്റുകൾ നേടി കൃത്യമായ സമയത്ത് വിക്കറ്റുകൾ വീഴ്ത്തി ഭാരതത്തെ വിജയത്തിലെത്തിക്കുകയായിരുന്നു. ഒരു ചരിത്രമാണ്. കാരണം ഏകദിന കിരീടം നേടിയ അതേ വർഷം ആ ടീമിലെ ഏറെക്കുറെ എല്ലാ താരങ്ങളും 2020 പരമ്പരയിലും ഉണ്ടായിരുന്നു. അവരെല്ലാവരും ഒരുമിച്ച് ഇവിടേക്ക് എത്തുന്നു, മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു. 5-0 ചരിത്ര വിജയം നേടുകയാണ്. ഇതിനു മുൻപ് 2 തവണയാണ് 2019 വെസ്റ്റ് ഇൻഡീസിനെയും കഴിഞ്ഞ വർഷം 2024 ബംഗ്ലാദേശിനെയും 5-0 ഭാരതം പരാജയപ്പെടുത്തിയിരുന്നു. ശ്രീലങ്കയ്ക്കാകട്ടെ 5-0 എന്ന ലെവലിൽ പരാജയപ്പെടുന്നത് ഇതാദ്യമായുമാണ്. ഏറെ ആരാധകരെല്ലാം വലിയ സന്തോഷത്തിലാണ്. നമുക്കൊപ്പം നമ്മുടെ CFO വിനോദ് നായർ സാർ ഒപ്പം ചേരുന്നുണ്ട്. അദ്ദേഹം ഒരു ക്രിക്കറ്റ് താരമാണ്, ക്രിക്കറ്റ് ആരാധകനുമാണ്. സാർ, എങ്ങനെ ഉണ്ടായിരുന്നു മത്സരം? പണ്ട് കളിച്ചതാണ്, ഇപ്പം കളിക്കാറില്ല. പക്ഷേ വളരെ ഒരു നല്ല അനുഭവമായിരുന്നു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഇപ്പോൾ ഈ 5ാമത്തെ മാച്ച് ഒരു വിന്നെങ്കിലും ശ്രീലങ്കയ്ക്ക് കിട്ടുമെന്ന് പ്രതീക്ഷ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൈമിൽ 25 റണ്ണും വളരെ ചുരുക്കം ബോൾ 18 അങ്ങനെ എന്തോ ബോളുള്ള ടൈമിൽ വിചാരിച്ചു ഒരു 2-4 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഫോട്ടോ ഫിനിഷിലെത്തും എന്ന് വിചാരിച്ചു. പക്ഷേ വളരെ ക്ലോസ് ആയിരുന്നു. പക്ഷേ ഇന്ത്യ ഫുള്ളായിട്ട് ഡോമിനേറ്റ് ചെയ്തു. കാരണം 170 എന്നുള്ള സ്കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വാസ് നോട്ട് എ ഡിഫെൻഡബിൾ സ്കോർ അല്ലായിരുന്നു. പക്ഷേ ഇറ്റ് വാസ് ബോളിങ്ങും അതുപോലെ തന്നെ 1-2 മിസ്ഫീൽഡിങ് നടന്നു എന്നല്ലാതെ ഇറ്റ് വാസ് എക്സലൻറ്റ്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് വുമൻസ് ക്രിക്കറ്റിന് ആരും കാണാൻ വേണ്ടി സ്റ്റേഡിയം എപ്പോഴും എന്താ പറയുക ഖാലിയായിട്ടുള്ള ഒരു അന്തരീക്ഷമായിരുന്നു. പക്ഷേ ഇന്ന് ഇവിടെ കാര്യവട്ടം സ്റ്റേഡിയത്തിൻ്റെ അടുത്ത് വരാൻ പറ്റിയില്ല. കാരണം ഈവൻ യൂണിവേഴ്സിറ്റിയുടെ അപ്പുറത്തൊക്കെയാണ് പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ വന്നത്. അപ്പോൾ ഈ വുമൻസ് ക്രിക്കറ്റ് ഇന്ത്യയിൽ ആ വേൾഡ് കപ്പ് വിന്നിൻ്റെ കൂടെ അതിങ്ങനെ മെൻസ് ക്രിക്കറ്റിൻ്റെ ഒരു തുലനയിൽ അതേ ലെവലിൽ എത്തുന്ന ഒരു കാഴ്ചപ്പാടാണ് നമ്മൾ കാണുന്നത്. സാറിൻ്റെ മകൻ വിഹാൻ കൂടി ഒപ്പിച്ചിരുന്നുണ്ട്. വിഹാൻ, ഹൗ വാസ് ദ മാച്ച്? The match was absolutely fire, and this Indian team, we expected this from this team. This team has been working very hard, and this team is there to conquer the world. We are going to win each and every trophy that's there to offer in cricket. Yes, very good. അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരും ഒപ്പം ചേർന്നിട്ടുണ്ട്. മോളെ, കളി എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല സൂപ്പറായിരുന്നു. സ്മൃതി മന്ദാന ഇന്നത്തെ മത്സരത്തിൽ കളിച്ചിരുന്നില്ല. പക്ഷേ ഫീൽഡിൽ ഇറങ്ങി ആരാധകരുടെ കയ്യടി ഏറ്റുവാങ്ങി. ഞങ്ങളിങ്ങനെ നിൽക്കുമ്പോഴാണ് ഇന്ന് രാവിലെ ഡ്യൂട്ടി എടുത്ത് കറങ്ങി 2 വ്ളോഗേഴ്സ് ഇവിടെ കറങ്ങി നടക്കുന്നുണ്ട്. കൃഷ്ണയും അഭിഷേകും. ഇരുവരോട് നമുക്ക് ചോദിക്കാം. ഈ റീൽസൊക്കെ എടുക്കാനായിട്ടായിരിക്കും ഡ്യൂട്ടി കഴിഞ്ഞ് ഇങ്ങോട്ട് ചാടിയെന്ന് നമുക്കറിയാം. അതെ, 3 ദിവസം കളി ഉണ്ടായിട്ട് ഇന്നാണ് ഫ്രീ ആയത്. രാവിലെ ഡ്യൂട്ടി ആയിരുന്നു 2 ദിവസവും. പിന്നെ ഇന്ന് മോർണിംഗ് ഷിഫ്റ്റ് ആയിട്ടാണ് ഈവനിങ്ങിലോട്ട് വന്നത്. എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഒരു മാച്ച് ഞാൻ നേരിട്ട് കാണുന്നത്. അതിന് നല്ല എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. സ്മൃതിനെയൊക്കെ തൊട്ടടുത്ത് കാണാൻ പറ്റി. ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക്.
ശരി, അപ്പോൾ എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട താരമാരെന്ന് ചോദിച്ചാൽ ലേഡി കോഹ്ലി, സ്മൃതി മന്ദാന. ഒരു സംശയവും വേണ്ട, എല്ലാവരുടെയും ഏറ്റവും കൃഷ്ണരാജ്, ഇഷ്ടപ്പെട്ട താരം അതോടൊപ്പം സ്മൃതി മന്ദാന. ഇന്നത്തെ സ്റ്റാർ പെർഫോമർ ദീപ്തി ശർമ്മ എന്ന് എടുത്തു പറയേണ്ടി വരും. എങ്ങനെയുണ്ടായിരുന്നു കൃഷ്ണരാജ് ദീപ്തി ശർമ്മയുടെ ആ അടിപൊളി പെർഫോമൻസ്? ദീപ്തി ശർമ്മ ശരിക്കും ഇപ്പോൾ നമ്മൾ വിരാട് കോഹ്ലിയോട് നമ്മൾ താരതമ്യപ്പെടുത്തുകയാണ് സ്മൃതി മന്ദാനയെങ്കിൽ, ഒരുപക്ഷെ സച്ചിനോട് മിഥാലി രാജിനെ നമ്മൾ താരതമ്യപ്പെടുത്തുന്നുവെങ്കിൽ ദീപ്തി ശർമ്മ ഒരു യുവരാജ് സിംഗ് ആണ്. കാരണം ഈ ഓൾറൗണ്ട് മികവിലൂടെ പലപ്പോഴും നിർണായക സീരീസുകളിൽ, നിർണായക പരമ്പരകളിൽ, നിർണായക മത്സരങ്ങളിലൊക്കെ മികവ് കാട്ടി ആ പരമ്പരയുടെ തന്നെ താരമായി മാറുന്നതാണ്. ലോകകപ്പിൽ നമ്മൾ കണ്ടതാണ്. മാൻ ഓഫ് ദി സീരീസ്, വുമൺ ഓഫ് ദി സീരീസ് ആയിരുന്നു, പ്ലെയർ ഓഫ് ദി സീരീസ് ആയിരുന്നു ദീപ്തി ശർമ്മ. ദീപ്തി ശർമ്മ ഇന്ന് മറ്റൊരു നാഴികക്കല്ലോട് മറികടക്കുകയാണ്. 152 വിക്കറ്റുകൾ നേടി ഓസ്ട്രേലിയയുടെ മോർഗൻ്റെ നേട്ടത്തെ മറികടന്ന് 2020 ക്രിക്കറ്റിൽ, അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേരുന്ന താരമായി മാറി ദീപ്തി. ഇന്ന് പതിവിന് വിപരീതമായി ആദ്യ സ്പെൽ തന്നെ എറിയാനെത്തുന്നത് നമ്മൾ കണ്ടു. അവർ ആക്രമിച്ച് കളിക്കാൻ ശ്രമിച്ചു, പക്ഷേ കൃത്യമായ സമയത്ത് ദീപ്തിയും തൻ്റെ മികവ് പുറത്തെടുത്ത് ടീമിനെ വിജയത്തിലേക്ക് എത്തിച്ചു. ദീപ്തി ശരിക്കും ഒരു തീയാണ്, അക്കാര്യത്തിൽ ഒരു സംശയമില്ല. തീർച്ചയായും കൃഷ്ണരാജ്, എന്തായാലും ഞങ്ങളുടെ ജനം ഫാമിലിയും ഈ മാച്ചിന് സാക്ഷിയായിരുന്നു. ഞങ്ങളുടെ CFO അദ്ദേഹം ഒരു നല്ലൊരു ക്രിക്കറ്റ് പ്ലെയർ ആണ്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഫാമിലിയും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. ഒപ്പം ഞങ്ങളുടെ വ്ളോഗേഴ്സ് കൃഷ്ണപ്രിയയും ഒപ്പം അഭിഷേകും ഒക്കെ ഈ മത്സരത്തിന് സാക്ഷിയായിരുന്നു. അപ്പോൾ എല്ലാവരും ഒരു ഗംഭീര അഭിപ്രായമാണ് രേഖപ്പെടുത്തുന്നത്. എന്തായാലും ഈ ന്യൂ ഇയർ സമ്മാനമായി തന്നെ ഇതിനെ കണക്കാക്കണം. ശ്രീലങ്കയ്ക്കെതിരായ പരമ്പര നമ്മുടെ ഭാരതം തൂത്തുവാരിയിരിക്കുന്നു. കൃഷ്ണരാജാണ് വിവരങ്ങൾ നൽകിയിരിക്കുന്നത്. 15 റൺസിനാണ് ഭാരതത്തിന്റെ വിജയമെന്നത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. 5-0 ഭാരതത്തിന്റെ പെൺപുലികൾ പരമ്പര നേടുന്നത്. ഇത് 3ാം തവണയാണ്. ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുക്കുന്ന താരമായി ദീപ്തി ശർമ്മയും മാറിയിരിക്കുകയാണ്.